നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു മോഹമാണ് സ്വർഗത്തിൽ പോകണം. അത് ജീവിതത്തിന്റെ വലിയൊരു അഭിലാഷമായി കാണുന്നവരുണ്ട്, സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം. അത് എല്ലാവരും കൊതിക്കുന്നുണ്ട്. ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും രോഗികളും എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്നാണ്. അത് അള്ളാഹുവിനെ ഭയന്ന് 5 നേരം നിസ്കരിച്ച് പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹവും സ്വർഗത്തിൽ പോകണമെന്ന, ആരും കാണാതെ ഒളിച്ചു പേവെള്ളം അടിച്ചു കിടക്കുന്ന കള്ളുകുടിയനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്ന്. അള്ളാഹു നമുക്ക് മാറാകട്ടെ. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്താലും, മരണ വീട്ടിലെ ദുആയാണെങ്കിലും, വിവാഹ വീട്ടിലെ ദുആയാണെങ്കിലും, മജ്ലിസിലെ ദുആയാണെങ്കിലും, നിസ്കാരം കഴിഞ്ഞുള്ള ദുആയാണെങ്കിലും, മജ്ലിസുൻ നൂർ കഴിഞ്ഞുള്ള ദുആയാണെങ്കിലും, മഹാന്മാരുടെ മഖാമിന്റെ മുമ്പിലുള്ള ദുആയാണെങ്കിലും, നമ്മൾ എപ്പോഴും ദുആയിൽ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ നീ എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 30 ദിവസവും ഓരോ ദിവസവും അള്ളാഹുവിനോട് നമ്മൾ എപ്പോ ദുആ ചെയ്താലും പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അപ്പോഴും അള്ളാഹുവിനോട് സ്വർഗമാണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം തരണേ എന്ന്, സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ എന്ന് എല്ലാവരും ദുആ ചെയ്യുന്നേ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം താ എന്നല്ല ദുആ ചെയ്യേണ്ടത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം താ എന്ന് മാത്രമല്ല പറയേണ്ടത്. നബി തങ്ങൾ പറയുന്നു, സല്ലു അൽ ഫിർദൗസ്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യണേ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സ്വർഗത്തിൽ കടന്നു പോകുന്നതാരാണ്? എന്തുകൊണ്ടാണ് ആ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ മഹത്വം എന്താ? അതിന്റെ പവിത്രത എന്താ? ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗമാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വർഗത്തിൽ 1, 2, 3, 4, 5, 6 അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ പദവികളാണ്. 1ാമത്തെ സ്വർഗം, 2ാമത്തെ സ്വർഗം, 3ാമത്തെ സ്വർഗം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, 1ാമത്തെ സ്വർഗത്തിലെ പദവിയുടെയും 2ാമത്തെ പദവിയുടെയും ഇടയിലുള്ള ദൂരമുണ്ടല്ലോ, ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമാണത്രേ. ഓരോ പദവികളാണ്. ആ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്, 100ാമത്തെ പദവിയാണ്, 100ാമത്തെ പദവിയാണ്. ആ സ്വർഗത്തിനാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമതാ. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ സ്വർഗമാണ് ചോദിക്കാൻ പറയുന്നത്. ആ സ്വർഗത്തിൽ കിടക്കുന്നതാരെന്നറിയുമോ? അത് വിവിഐപികൾ മാത്രം കടന്നു പോകുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ അവകാശികൾ ആരാ? അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, പടച്ചവനെ, ആ സ്വർഗത്തിൽ കടന്നു പോകുന്നത്
പടച്ചവനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരാ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും ദാവൂദ് നബിയും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ അതാ ബദറിലും മുഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. അല്ലാഹുവേ, സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കിടക്കുന്ന സ്വർഗമാണ്. അല്ലാഹുവിന്റെ ബീവിഐപികൾ കടന്നു പോകുന്ന സ്വർഗമാണ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന സ്വഹാബത്ത് കരയുകയാ. നബി തങ്ങളുടെ മുമ്പിലിരുന്നിട്ട് പാവപ്പെട്ടവരായ സ്വഹാബത്ത് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, എന്തിനാ സഹാബാ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി സ്വഹാബാ? സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, ഈ വിവിഐപികളെ കടന്നു പോകുന്ന ഏറ്റവും ഉയർന്ന പദവിയായ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, അവിടെ പ്രവാചകന്മാരും ശുഹദാക്കളും വിവിഐപികൾ മാത്രമാണ് കടന്നു പോകുന്നത്. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പാവപ്പെട്ടവരായ അമലുകൾ കുറഞ്ഞു പോയ ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ഈ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് കഴിയുമോ നബിയേ? ഞങ്ങൾക്കും അവിടെ പോകാൻ കഴിയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത സ്വഹാബാ, പോകണോ സഹാബാ, പോകണോ സഹാബാ? ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഏതെങ്കിലും സ്വർഗത്തിൽ പോയാ പോരാ, പോകുകയാണെങ്കിൽ ഫിർദൗസിലാണ് പോകേണ്ടത്, പോകുകയാണെങ്കിൽ ഫിർദൗസിലാണ് പോകേണ്ടത്, ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസാണ് ചോദിക്കേണ്ടത്. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.